നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മിഡിൽ ഈസ്റ്റേൺ പെർഫ്യൂംസ് പരിചയപ്പെടാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോണ ഫ്രാഗ്രൻസ് അജ്മലിൻ്റെയാണ്. അജ്മലിൻ്റെ 1001 രാത്രികൾ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണ്. അലിഫ് ലെയ്ലോ ലെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇതിൻ്റെ കവറിങ് വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ പാക്കേജ് ആട്ടോ. ഇതിൻ്റെ കവർ ഇങ്ങനെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാവോ? ഇതിങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറ്റി വയ്ക്കൊരു ഹോളോ സാധനമാണ്. എന്നിട്ട് ഇതുണ്ടതേ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടതേ ഇതിനകത്ത് ഇങ്ങനെയാണ് ഈ പെർഫ്യൂം ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് പെർഫ്യൂം ഇരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഇത് പെർഫ്യൂം ഫോർ വുമൺ എന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ഊതാണ്, യൂണിസെക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഊത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഓയില, ഊതിൻ്റെ ഓയില. ഇതിന് 5000 രൂപ അടുത്ത് വിലയുള്ള സാധനമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേറ്ററൊക്കെ കുറച്ചുകൂടെ ലെങ്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഇതിപ്പം തിരിച്ചു പിടിച്ച് മുക്കിയെടുക്കേണ്ട ഗതികേടാണുള്ളത്. ഇവന്മാർ ഇതെങ്ങനെയാണ് ഇങ്ങനെ വിവരമില്ലാതെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതൊക്കെ മുറുകത്തൊന്നുമില്ല. ഇതുണ്ടോ, ഇങ്ങനെ മുറുക്കാനൊക്കെ നല്ല പാടുണ്ട്. ഇവന്മാർ ചില സാധനങ്ങളിലൊക്കെ നന്നായിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ നല്ല ഊത് വിത്ത് സ്പൈസസ് ആൻഡ് മസ്കാണ് ഇതിൻ്റെ ഒരു നോട്ട് വരുന്നത്. നല്ല തടി ഊതിൻ്റെ മണം ഇങ്ങനെ വരുന്നത്. ദഹനലൂത് ആ ഒരു രീതിയിലുള്ള നല്ല ഊത് ഇങ്ങനെ വരുവാണ് സ്പ്രെഡ് ചെയ്ത്. ഇത് ഊത് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ സാധനം ഇഷ്ടപ്പെടുള്ളൂ. ഫ്രഷ് പെർഫ്യൂം അങ്ങനെ ടേസ്റ്റ് ഉള്ളവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. സ്കാങ്കിനെസ്സിനേക്കാളും കൂടുതൽ വിയറബിൾ ആണ്, സ്പൈസി ഊതാണ്. കുറച്ച് ആനിമാലി ക്യാരക്ടർ വളരെ സ്ലൈറ്റ് ആയിട്ടുണ്ട്. സ്റ്റിൽ ഇത് നിങ്ങൾക്ക് നല്ല വിയറബിൾ ആണ് കേട്ടോ. ഇതിന്റെ ലോഞ്ചിവിറ്റി 6 to 7 hours എനിക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൊജക്ഷൻ 2-3 അടിയുണ്ട്. പിന്നെ ഒരു വലിയൊരു കോംപ്ലിമെന്റ് പുള്ളറൊന്നും അല്ല, അത്രയ്ക്ക് വലിയൊരു സാധനമൊന്നുമില്ല. പക്ഷെ ഊത് ഇഷ്ടപ്പെടുന്നവർ ചോദിച്ചെന്നിരിക്കും ഇത് ഏത് പെർഫ്യൂം ആണെന്ന്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ആവറേജ് പെർഫ്യൂമാണ്, ഒരുപാട് വലിയൊരു സംഭവമൊന്നുമല്ല. ഊത് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഊത് പ്രേമികൾക്ക് ഇത് ശരിക്കും ട്രൈ ചെയ്യാവുന്ന സാധനമാണ്. ബാക്കിയുള്ള സ്റ്റാൻഡേർഡ് നിക്കർ പറയുന്ന പോലെ ഫ്രഞ്ച് പെർഫ്യൂമറിയിലെ ഈ ഫ്രഷ് ഐറ്റംസ്, ഗുർമാണ്ട് ഐറ്റംസ് അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയതല്ല. പക്ക ഊത കേട്ടോ. അപ്പം ഊത് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനം ഇത്. അതാണ് അജ്മലിന്റെ അലിഫ് ലെയ്ലി ഓ ലെയ്ലി പെർഫ്യൂം. പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. കോംപ്ലിമെന്റ്സ് ഊത് ഇഷ്ടപ്പെടുന്നവർ തരും. ചില ആൾക്കാർക്ക് അല്പം കിടമ്പിച്ച സ്മെല്ലായിട്ട് തോന്നും. പിന്നെ ഓഫീസ് വെയറോ അങ്ങനത്തെ പരിപാടികൾക്കോ ഒന്നും ആ സാധനമായിട്ട് പോകരുത്. അത് ഇച്ചിരി ഒരു കട്ടിയുള്ള പെർഫ്യൂം അതുകൊണ്ട് കേട്ടോ. അടുത്ത ഒരു ഓയിലുണ്ട്, അൽഹർമൈൻ്റെ താനസുക്ക്. അൽഹർമൈൻ താനാസുക്ക് ഇതുണ്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ആണ് വരുന്നത്. ഇതൊരു മുഖല്ലത്താണ്, അൽഹർമൈൻ്റെ ആണ്. അപ്പൊ ഇതൊരു എന്തോന്ന് നിങ്ങൾക്കൊരു ഭയങ്കര ഒരു പോഷായിട്ട് ഡ്രസ്സ് ധരിച്ച ഒരു പ്രഭുവോ അങ്ങനെയൊക്കെ പോലത്തെ ഒരു ഫീൽ ഇത് കാണുമ്പോൾ വരുന്നുണ്ടോ? ഇങ്ങനെ തന്നെയാണ് ആ പെർഫ്യൂം മണക്കുന്നത്. അൽഹർമൈൻ്റെ താനാസുക്ക് ഇതൊരു സാഫ്രോൺ കൈൻഡ് ഓഫ് പെർഫ്യൂമാണ്. ഞാൻ ഇതിന്റെ നോട്ട് പറഞ്ഞുതരാം ഫ്രാഗ്രന്റിക്കയിൽ നിന്ന്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്വീറ്റ് റോസ് വനില കൈൻഡ് ഓഫ് പെർഫ്യൂം എന്ന് ഇവർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. റോസ്, ഗ്രനാഡൈൻ അതേതോ ഫ്ലവർ ആട്ടോ, അതെനിക്കറിയത്തില്ല എന്തോന്ന്, അതായത് മണക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സഫ്രോൺ, വുഡി നോട്ട്സ്, അംബർ, ജാസ്മിൻ മിഡിലില്, വനില, ബ്രൗൺ ഷുഗർ, മസ്ക് ആണ് മേളിലുള്ളത്. അപ്പം നമുക്കിതൊന്ന് സ്മെല് ചെയ്ത് നോക്കാം. ഇവിടെ അജ്മലുണ്ട്, നമുക്ക് ഇവിടെ അടിച്ചു നോക്കാം. ഞാനിത് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ തീരാറായിരിക്കുന്നു. നല്ല അടിപൊളി സ്മെല്ലാണ്. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ചായിട്ട് നിങ്ങളെ മണക്കും. ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വിടണ്ട, ഭയങ്കര റിച്ചായിട്ട് നിങ്ങളെ മണക്കുന്ന ഒരു ഐറ്റം ഇത്. ഇത് നമ്മുടെ സിസ് അറേബ്യൻ ഷാഗഫൂദ് ആ ഒരു ലൈനിൽ വരുന്ന പെർഫ്യൂം. അറേബ്യൻ ഊദ് റിസാല, സിസ് അറേബ്യൻ ഷാഗഫൂദ് ആ ഒരു ലൈനപ്പിൽ വരുന്ന ഒരു മുഖല്ലത. നല്ല പ്രൊജക്ഷൻ ഉണ്ട്, അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്.
ഒരു 6 hours മിനിമം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിൻ സെന്റ് ആയിട്ട് ഒരു 12 hours ഒക്കെ വരെ ഇത് നിൽക്കുന്നുണ്ട്. ക്ലോത്തിലൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കയറുന്നുണ്ട്. 2 അടിയോളം പ്രൊജക്റ്റ് ചെയ്ത് കയറുന്നുണ്ട് ആദ്യത്തെ 3 മണിക്കൂറിൽ. ഇത് കിട്ടുവാണെങ്കിൽ വിടണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാ കേട്ടോ, അൽഹർമൈന്റെ താനസുക്ക്. ഇനി അടുത്തതാണ് അഫ്നാന്റെ സാൻഡൽവുഡ് അബിയത് എന്ന് പറഞ്ഞ ഇത് കണ്ടത്. ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാണ് ഇത് വരുന്നത്. ഇതിന്റെ പ്രസന്റേഷൻ നമുക്കിത് ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഇവിടെ നോക്കാം. കൊള്ളാം. ഇത് ഒരു സ്വല്പം സിന്തറ്റിക് വൈബ് ഉണ്ട് സാൻഡൽവുഡിന്റെ. അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് സാൻഡൽവുഡാണ്, ലൈറ്റ് എയറി വിത്ത് മസ്ക് ആണ്. അതെ, നല്ല ഓയിൽ കോൺസെൻട്രേഷൻ. ലൈറ്റ് എയറി മസ്കി സാൻഡൽവുഡ് ആണ്. കുഴപ്പമില്ല. പ്രൊജക്ഷൻ അത്യാവശ്യം 2 അടിയൊക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂറുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു 7-8 മണിക്കൂറൊക്കെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സാൻഡൽവുഡ് അത്രയും നാച്ചുറൽ അല്ല, ഒരു സിന്തറ്റിക് വൈബാണ് വരുന്നത്. പിന്നെ മസ്കുമായിട്ട് ചേർന്നിട്ടുള്ള ആ ഒരു അപ്പീലുണ്ട്, അത്രേ ഉള്ളൂ. മസ്റ്റ് ബൈ ഒന്നുമല്ല. പിന്നെ സാൻഡൽവുഡ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. വലിയൊരു വിലയൊന്നുമില്ല. 1200-1300 രൂപ റേഞ്ചിൽ ഇത് കിട്ടാനുണ്ട് കേട്ടോ. ഇതാണ് അഫ്നാന്റെ സാൻഡൽവുഡ് അബിയത്. വലിയൊരു സംഭവം സാൻഡൽവുഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേങ്കിൽ കുഴപ്പമില്ല, മീഡിയം ആവറേജ് സാൻഡൽവുഡ് പെർഫ്യൂമാണത്. പിന്നെ ഈ പറഞ്ഞ പോലെ സാൻഡൽവുഡിന്റെ നീഷ് പെർഫ്യൂംസിന്റെ ഇതിന്റെ അത്രയും പോലും പെർഫോം ചെയ്യാത്ത സാധനങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് കോംപ്ലിമെന്റ്സ് മേടിച്ചു തരും. അത് അത്യാവശ്യം ആൾക്കാർക്ക് മണത്തിട്ട് കോംപ്ലിമെന്റ്സ് മേടിച്ചു തരും. എന്നിരുന്നാലും വലിയൊരു പ്രീമിയം സ്മെല്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. അപ്പം ഒരു എബോവ് ആവറേജ് പെർഫ്യൂം മാത്രമേ ഉള്ളൂ. ആവറേജ് ടു എബോവ് ആവറേജ്, വലിയൊരു സംഭവമൊന്നുമല്ല കേട്ടോ. അതാണ് അഫ്നാന്റെ സാൻഡൽവുഡ് അബിയത്. പിന്നെ ഇപ്പം കിട്ടിയപ്പോൾ ഞാനൊന്ന് റിവ്യൂ ചെയ്തതേ ഉള്ളൂ. ഇനി അടുത്തത്, ഇത് റിവ്യൂ ചെയ്തില്ലെങ്കിൽ എന്നെ വഴിയിലിട്ടിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മണ്ടയ്ക്ക് തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു പയ്യൻ. അവനാണ് ഇത് നോക്കിയിരിക്കുക. റസാസി അൽവിസാം ഡേ. റസാസി അൽവിസാം ഡേ ഇത് ക്രീഡ് സിൽവർ മൗണ്ടൻ വാട്ടറിന്റെ കോപ്പിയാണ്. ഞാൻ എൻ്റെ കൈ നിറച്ച് പെർഫ്യൂം, അതുകൊണ്ട് സോറി, ഞാനൊരു ടെസ്റ്റ് സ്ട്രിപ്പ് എടുക്കട്ടെ. കൈ നിറച്ച് പെർഫ്യൂം, അതുകൊണ്ട് ഒരു ടെസ്റ്റ് സ്ട്രിപ്പ് എടുക്കാം. ക്രീഡ് സിൽവർ മൗണ്ടൻ വാട്ടറിന്റെ കോപ്പിയാണ്. എന്നിരുന്നാൽ തന്നെ സിൽവർ മൗണ്ടൻ വാട്ടറിന്റെ DNA-യോട് അഫ്നാൻ ക്ലബ് ഡി ന്യൂയി സിയാഷിനേക്കാളും കുറച്ചുകൂടെ ക്ലോസർ ആയിട്ട് മണക്കുന്ന ഇതാണ് അഫ്നാൻ ക്ലബ് ഡി ന്യൂയി സിയാഷ്. ഇവിടെ ഇരിപ്പുണ്ട്, ഇത് കണ്ടോ. ഇതും സിൽവർ മൗണ്ടൻ വാട്ടറിന്റെ കോപ്പികളാണ്, ക്ലോൺസ് ആണ്. അപ്പം ഇതാണ് കുറച്ചും കൂടെ സെൻ പ്രൊഫൈല് കൂടുതലായിട്ട് മണക്കുക, പക്ഷേങ്കിൽ പെർഫോമൻസ് കൂടുതൽ ഇതിനാണ്. അപ്പൊ ഇതും തമ്മിൽ ഒരു 10% വ്യത്യാസമുള്ളൂ സെൻ പ്രൊഫൈലിൽ. ഇത് മോശമായിട്ട് മണക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ രീതിയിൽ ഇതിന് സിട്രസസ് കുറച്ചുകൂടെ ഹെവി ആകുമ്പോൾ ഇതിന് രീതിയിലുള്ള മസ്കി ഇങ്കി ഹെവിനെസ് കൂടുതലാണ് ഇതിന് വരുന്നത്. അപ്പം ഒറിജിനൽ സിൽവർ മൗണ്ടൻ വാട്ടറിനോട് ക്ലോസ് ആയിട്ടുള്ള DNA ഇതാണ് ഇതിനേക്കാളും. പക്ഷേങ്കിൽ ഇതിന് അതിൻ്റെതായിട്ടുള്ള ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും ഇത് കുറച്ചുകൂടെ കൂടുതൽ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിന്റെ നോട്ട്സ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നോട്ട്സ് ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ ടീ ബ്ലാക്ക് കറണ്ട് മസ്ക്, ബ്ലാക്ക് കറണ്ട് മസ്ക്, സിട്രസ്, ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. സിൽവർ മൗണ്ടൻ വാട്ടറിന്റെ ക്ലാസിക് സാധനങ്ങൾ. പിന്നെ അടിച്ചു കഴിഞ്ഞാൽ നല്ല കോംപ്ലിമെന്റ് പുള്ളറാണ്. അത്യാവശ്യം ആളുകൾ ചോദിക്കും ഇതെന്താ സാധനം എന്ന്. നമ്മൾക്ക് കേരളത്തിലൊരു 4 to 6 മണിക്കൂർ വരെ നന്നായിട്ട് നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ ഹീറ്റിൽ. കുറച്ചുകൂടെ കൂടുതൽ അഫ്നാൻ സിയാഷ് പെർഫോം ചെയ്യും. ഭയങ്കര റിഫ്രഷിങ് DNA ആണ്, നല്ല സിട്രസി റിഫ്രഷിങ് DNA ആണ്. സിൽവർ മൗണ്ടൻ വാട്ടർ അറിയാവുന്നവർക്കറിയാം, ഒരുപാട് നാളായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം അത്. അങ്ങനത്തെ ഒരു DNA ഇത്. പിന്നെ ഏത് യൂണിസെക്സ് ആണ്, ഏത് ഒക്കേഷനിലും നിങ്ങൾക്ക് വിയർ ചെയ്യാം. ടോട്ടലി ഇൻഒഫെൻസീവ് ആണ്. കല്യാണം, പാർട്ടി, കൂടെ ഇരുന്ന് കാറിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് പോവുക എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വിയർ ചെയ്യാം. ടോട്ടലി ഇൻഒഫെൻസീവ് ആണ്. ഇതുണ്ട്, ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിഷ്ടപ്പെട്ട പെർഫ്യൂംസിൽ ഒന്നാണ് റസാസി അൽവിസാം ഡേ. ഇതാണ് കേട്ടോ, റസാസി അൽവിസാം ഡേ.
അപ്പം ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. 3000 സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പം നോക്കുക കേട്ടോ. ഇനിയിപ്പം പുതിയ 1-2 സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഞാനത് ഒരുപാടൊന്നും ടെസ്റ്റ് ചെയ്തില്ല. ഒരെണ്ണം ഇബ്രാഹിം അൽ ഖുറൈഷിയുടെ ബ്ലൂബെറി മസ്കാണ്. ഇബ്രാഹിം അൽ ഖുറൈഷി. ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനം. നല്ല ഇറുക്കത്തിലാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ സെൻറ്റർ പ്രൊഫൈൽ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഞാനിത് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇടാം. അറ്റോമൈസർ ഇതുണ്ടോ? കിട്ടുമോ? ആ ബ്ലൂബെറി നോട്ടും ആ മസ്കും ആ ഒരു ഇതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ കളർ കണ്ടോ? ഇതിൻ്റെ ഈ ഗ്രേഡിയൻ്റുള്ള കളർ കണ്ടോ? ഇതുപോലെ തന്നെ ഫ്രാഗ്രൻസ് മണക്കുന്നത്. നല്ലൊരു കിടിലൻ ക്ലീൻ മസ്കി ബെറി മസ്കി ഫ്രാഗ്രൻസ് ആയത്. ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ, പ്രൊജക്ഷൻ ലോഞ്ചിറ്റിയെ കമൻറ്റ് ചെയ്യാൻ മാത്രം എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഇതുകൊണ്ട് നിങ്ങളും കണ്ടോ, ഞാൻ വിയർ ചെയ്ത് തുടങ്ങുന്നുള്ളൂ. ഞാനിത് കുറച്ച് പേരെങ്കിലും കൂടെ കഴിഞ്ഞിട്ട് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേങ്കിൽ എനിക്കൊരു 5-6 പേര് എന്നോട് ചോദിച്ചു ഒറ്റ പ്രാവശ്യം അടിച്ചപ്പോൾ തന്നെ ഏതാ സാധനം എന്ന്. നല്ല അടിപൊളി മസ്കി പെർഫ്യൂമാണ് കേട്ടോ. ഇവർക്ക് കുറച്ച് കൂടുതൽ മസ്കും കൂടെ ഉണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ അതും കൂടെ ട്രൈ ചെയ്യാനുള്ള പ്ലാനില്ല. അപ്പോൾ ഇതാണ് ബ്ലൂബെറി മസ്ക്. വേറൊരു പുതിയത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് തീർന്നു പോയിട്ട് ഞാൻ വീണ്ടും വരുത്തിയത് അജ്മലിൻ്റെ അംബർവുഡ്. ഈ അജ്മലിൻ്റെ ആ ലൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെൻറ്റ് പ്രൊഫൈൽ ഈ അംബർവുഡിൻ്റെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവൻ അങ്ങനെ അങ്ങ് പെർഫോം ചെയ്തില്ല. ഒരു 4 മാക്സിമം 5 മണിക്കൂർ അത്രേ ഇത് പെർഫോം ചെയ്യുള്ളൂ കേട്ടോ. ഇത് ഒരുപാട് പ്രൊജക്ഷനോ ഒന്നും ഇല്ലാത്തൊരു സാധനമാണ്. ക്ലോസ് പ്രൊജക്ഷനാണ്. പക്ഷേ എങ്കിൽ സെൻറ്റ് പ്രൊഫൈൽ ഇതുണ്ട് ഇങ്ങനെ വരുന്നത് കേട്ടോ. അജ്മലിൻ്റെ അംബർവുഡ് സെൻറ്റ് പ്രൊഫൈൽ ഭയങ്കര കിടിലാണ്. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ കിടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട കിടിലാണ്. നമുക്ക് ഒരു സ്പ്രേ കൊടുത്ത് നോക്കാം. ഇതുണ്ട് ആറ്റോമൈസർ ഉണ്ടോ? ആറ്റോമൈസർ കിടിലിന് ആറ്റോമൈസറാണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ കാടമം നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാടമം, ലാവെൻഡർ, ഐറിസ്, നന്നായിട്ട് ഐറിസ് കിട്ടുന്നുണ്ട്. പിന്നെ പെപ്പറുണ്ടോ? കാടമം, ലാവെൻഡർ, ഐറിസ്, പെപ്പർ വിത്ത് അംബർ വുഡി ബേസ് ആൻഡ് വിത്ത് പച്ചൂളിയാണ് വരുന്നത്. ആ കാടമം ആപ്പിളും അത് 2 ഭയങ്കര അടിപൊളി നോട്ട്സാണ്. മനുഷ്യനെ അങ്ങോട്ട് വീഴ്ത്തിക്കളയും അങ്ങനത്തെ സാധനം കേട്ടോ. ഒരു രക്ഷയില്ല. ഈ സെൻറ്റ് പ്രൊഫൈൽ ഭയങ്കര കിടിലാണ്, ഒരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെൻറ്റ് പ്രൊഫൈൽസിൽ ഒരെണ്ണമാണ് അജ്മൽ അംബർവുഡിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ. പക്ഷേ എങ്കിൽ പെർഫോമൻസ് ഒരുപാടങ്ങില്ല, മീഡിയം പെർഫോമൻസേ ഉള്ളൂ. ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്യും. ഒരു ജെന്റിൽമാൻലി ആൻഡ് സെഡക്റ്റീവ് പെർഫ്യൂമായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ അജ്മൽ അംബർവുഡ്. പിന്നെ കുറച്ച് നാളൊന്ന് മാസറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും കുറച്ചും കൂടെ കേട്ടോ. എൻ്റെ 2ാമത്തെ ബോട്ടിലേത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂംസിൽ ഒന്നായത്. പക്ഷേ എങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരുപാട് ബീസ്റ്റ് മോഡൊന്നും അല്ല ഈ പെർഫോമൻസ്. പക്ഷേ എങ്കിൽ 2-3 ആഴ്ച ഒന്ന് മാസറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാകാനുള്ളൂ. അപ്പം പിന്നെ വേറെ ആളുകൾ ചോദിക്കുന്ന ഒരു പെർഫ്യൂമാണ് ലത്താഫയുടെ ഖൈദ് അൽ ഫുർസാൻ. ഇതുണ്ടത് ഈ സാധനം ഖൈദ് അൽ ഫുർസാൻ. ഈ 1000 രൂപയ്ക്ക് മാഗ്നറ്റിക് ക്യാപ്പ് തരുന്ന ഒരു പെർഫ്യൂം ഇത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് എങ്ങനെ മണക്കുന്നു അങ്ങനെ മണക്കുന്ന ഒരു പെർഫ്യൂമാണ് ഇത്. ഇതിന് അത്യാവശ്യം പ്രൊജക്ഷൻ ഉണ്ട്, നല്ല ലോഞ്ചിവിറ്റി ഉണ്ട്. ബീസ്റ്റ് മോഡ് ഫ്രാഗ്രൻസാണ്. പിന്നെ പെർഫ്യൂം ചില ബാച്ചുകൾ ഇതിൻ്റെ പോക്കാന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ബാച്ചുകൾ പെർഫോം ചെയ്യാറില്ല, ചില ബാച്ചുകൾ പെർഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ അതിപ്പോൾ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. വലിയ വിലയുള്ള സാധനമല്ല. പിന്നെ ഇതിൻ്റെ കുറച്ചൊരു അപ്ഗ്രേഡഡ് വെർഷൻ എന്ന് പറയുന്നതാണ് അഫ്നാൻ 9PM. അപ്പം ഇത് മേടിക്കുന്നതിൽ ഇപ്പം ബെറ്റർ അഫ്നാൻ 9PM മേടിക്കുമെന്ന് ഞാൻ പറയുള്ളൂ. കുറച്ചും കൂടെ വെർസാറ്റൈലാണ്, കുറച്ചും കൂടെ പ്രൊജക്ഷൻ ഉണ്ട്, കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്.
ഇതിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. ഇതിന്റെ എല്ലാ പെർഫോമൻസും ഇതേ സെൻ പ്രൊഫൈലിൽ കുറച്ചുകൂടെ കൂടുതലാണ് അപ്ന 9PM കേട്ടോ. കായിദൽ ഫുർസാൻ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഫ്രാഗ്രൻസിന്റെ വിശേഷങ്ങൾ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.